വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം നമ്മുടെ ഓണം എക്സാം ഇതാ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജൂലിയ ഓർ ലൂണ എന്ന ചാപ്റ്ററിന്റെ ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ജൂലിയ ഓർ ലൂണ എന്നായിരുന്നു. നേഹാ സിംഗ് എഴുതിയിട്ടുള്ള ഒരു കഥയായിരുന്നു അല്ലെ, ഒരു റിയൽ ഇൻസിഡന്റിന്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് ജൂലിയ ഓർ ലൂണ എന്നുള്ളത്. അപ്പൊ ആ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. पेड़ काटने के लिए कौन आए थे? पेड़ काटने के लिए कौन आए थे? മരം മുറിക്കാൻ വേണ്ടി ആരാണ് വന്നത് അല്ലേ? ആരായിരുന്നു മരം മുറിക്കാൻ വന്നത്? നമുക്കറിയാം, കുച്ച് ഹട്ടെ ഖട്ടെ ലോഗ്, കുറച്ച് ദൃഢവാന്മാരായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള ആളുകളായിരുന്നു വന്നിരുന്നത്. കുച്ച് ഹട്ടെ ഖട്ടെ ലോഗ് എന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഹട്ടെ ഖട്ടെ ലോഗ് പേട് കെ പാസ് ക്യോ ആയേ? എന്തിനാണ് അവര് മരത്തിന്റെ അടുത്തേക്ക് വന്നത്? നോക്കിയേ, ചോദ്യങ്ങൾ മൊത്തം കണക്റ്റഡ് ആണ്. പേടുകോ കാട്ടിനെ കേലിയേ, കാട്ടിന മുറിക്കുക, കാട്ടിന എന്താണ്? മുറിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹട്ടെ ഖട്ടെ ലോഗോം കോ ദേഖ്നെ പർ ലഡ്കി നെ ക്യാ കിയാ? ഈ ഒരു കഥയിലെ ലഡ്കി ആരാണ്? നമ്മുടെ ജൂലിയ ആണല്ലേ. അപ്പൊ നോക്കൂ, ഹട്ടെ ഖട്ടെ ലോഗോം കോ, ആ ബലവാന്മാരായ ദൃഢശരീരന്മാരായിട്ടുള്ള ആ ആളുകളെ കണ്ടപ്പോൾ, ദേഖ്നെ പർ ലഡ്കീനെ പെൺകുട്ടി എന്താണ് ചെയ്തത്? ക്യാ കിയാ, എന്താണ് ചെയ്തത്? വതുരന്ത്, അവള് പെട്ടെന്ന് തന്നെ പേട് പർ ചढ़ गई, മരത്തിന്റെ മുകളിലേക്ക് കയറി അല്ലെ. പേട് പർ ചढ़ गई, ചढ़ന കയറുക. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഹട്ടെ ഖട്ടെ ലോഗോം നെ ലഡ്കി സേ ക്യാ ക്യാ കിയാ? ഈ വന്നിട്ടുള്ള ഹട്ടെ ഖട്ടെ ലോഗ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതാ ഈ ഹട്ടെ ഖട്ടെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ബലവാന്മാരായിട്ടുള്ള ആളുകള് അല്ലേ. അപ്പോ ആ ആളുകള് പെൺകുട്ടിയോട് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? എന്തൊക്കെയാണ് അവളെ, എന്തൊക്കെ പറഞ്ഞാണ് അവളെ പേടിപ്പിച്ചത്? നോക്കിയേ, ഹട്ടെ ഖട്ടെ ആത്മിയോനെ, ആ ബലവാന്മാരായിട്ടുള്ള ആളുകള് ലഡ്കിക്കോ ധംകായ, പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി, ബഹോഡരായ, വളരെയധികം പേടിപ്പിച്ചു അല്ലെ. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ലൈൻസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹട്ടെ ഖട്ടെ ആത്മിയോനെ ലഡ്കിക്കോ ധംകായ और बहुत डराയ അല്ലെ, വളരെയധികം ഭീഷണിപ്പെടുത്തിയിരുന്നു, അതുപോലെ തന്നെ പേടിപ്പിച്ചിരുന്നു അല്ലെ. അടുത്ത നോക്കാം, ലഡ്കീനെ ചില്ലാക്കർ ക്യാ കഹാ? പെൺകുട്ടി ആർത്ത് വിളിച്ചുകൊണ്ട് ഇവിടെ എന്താണ് പറഞ്ഞത്? മേ നഹി ഉത്തരൂങ്കി അല്ലെ, ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. മേ നഹി ഉത്തരൂങ്കി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങത്തില്ല എന്നതിന് ഹിന്ദി മേ നഹി ഉത്തരൂങ്കി എന്നതാണ്. അടുത്തത്, ലഡ്കി കഹാ ജാക്കർ ബൈഠി? പെൺകുട്ടി എവിടെ പോയിട്ടാ ഇരുന്നത്? എവിടെയായിരുന്നു ഇരുന്നത് പെൺകുട്ടി? കഥ ഓർമ്മയുള്ള ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. ലഡ്കി പേട് കി ഏക് ശാഖ പർ ജാ ബൈഠി. പെൺകുട്ടി മരത്തിന്റെ ഒരു ചില്ലയില്, ശാഖ എന്താണ്? ചില്ല, മരത്തിന്റെ ഒരു ചില്ലയിൽ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്തത് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ലോഗോനെ ലഡ്കി കി മദദ് കെ ലിയേ ക്യാ കിയാ? ആളുകള് ആ പെൺകുട്ടിയുടെ സഹായത്തിനായിട്ട് എന്തൊക്കെയായിരുന്നു ചെയ്തത്? ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കൂ, ലോഗോനെ ലഡ്കി കെ ലിയേ, പെൺകുട്ടിക്ക് വേണ്ടി, ഖാന, പാനി, സ്റ്റവ്, കിതാബേ, ഗദ്ദ, കമ്പൽ और കപ്പടേ പഹുഞ്ചായേ, ഈ സാധന സാമഗ്രികളെല്ലാം കൊണ്ടുകൊടുത്തു അല്ലേ. നോക്കൂ, ലോഗോനെ ലഡ്കി കെ ലിയേ ഖാന, പാനി, സ്റ്റവ്, കിതാബേ, ഗദ്ദ, കമ്പൽ, കപ്പടേ, ഇത് 7 സാധനങ്ങളുണ്ട്. ആ 7 സാധനങ്ങളുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യണം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണേ, മറക്കരുത്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലഡ്കീനെ പേട് പർ ക്യാ ബനാ ലിയാ? പെൺകുട്ടി മരത്തിന്റെ മുകളില് എന്താണ് ഉണ്ടാക്കി വെച്ചത്? നോക്കിയേ, ലഡ്കീനെ ചിടിയോം കി തര, പക്ഷികളെ പോലെ, ഗോസല ബനാ ലിയാ, അതെ പക്ഷിക്കൂട് അല്ലെ, ഒരു കൂട് അങ്ങ് കൂട്ടി വെച്ചു അല്ലെ.
നോക്കൂ അടുത്ത ചോദ്യം. പേട് ഔർ ലഡ്കീനെ ഏക് ദൂസരെ കി കൈസെ മദദ് കി. ഇവിടെ നോക്കൂ, ആ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ മരവും ഒരാള് മറ്റൊരാൾക്ക് എങ്ങനെയാണ് സഹായമായത്? പേടിനെ ലഡ്കിക്കോ മോസം സേ ബച്ചായ. മരം പെൺകുട്ടിയെ ഓരോരോ കാലാവസ്ഥ മാറുമ്പോ സഹായിച്ചു. ലഡ്കീനെ പേടുക്കോ കാട്ടിനെ സേ ബച്ചായ. പെൺകുട്ടി ആ മരത്തിനെ വെട്ടിമുറിക്കുന്നതിൽ നിന്നും രക്ഷിച്ചു. അല്ലേ? നോക്കാം 10ാമത്തെ ചോദ്യം. പേട് ലഡ്കിക്കോ ക്യാ സുനാതാ ഥാ. പേട് ആ പെൺകുട്ടിക്ക് എന്തൊക്കെയായിരുന്നു കേൾപ്പിച്ചു കൊടുത്തിരുന്നത്? പേട് अपने पत्तों से हवा का बहता राग सुनाता था. അല്ലേ? ഒഴുകുന്ന കാറ്റിന്റെ രാഗം കേൾപ്പിച്ചു കൊടുത്തു. പേട് अपने पत्तों से മരം തന്റെ ഇലകൾ കൊണ്ട് ഹവാ കാ ബഹത്താ രാഗ്, അല്ലേ? ആ കാറ്റിന്റെ ആ ഒരു ഒഴുക്ക് അതൊരു സംഗീതം പോലെ ആൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജൂലിയൽക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം. देश का विकास और प्रकृति संरक्षण. इस पर एक टिप्पणी लिखे അല്ലെങ്കിൽ ലേഖ ലിഖെ എങ്ങനെയൊക്കെ ചോദ്യം വരും. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഹെഡിങ് അല്ല. ഇനി പ്രകൃതി സംരക്ഷണ पर टिप्पणी लिखे, പ്രകൃതി हमारा घर है इस पर टिप्पणी लिखे. അങ്ങനെ ജനറൽ ആയിട്ട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ടിപ്പണി അല്ലെങ്കിൽ ഒരു ആശയം എഴുതാൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? നോക്കിയേ. प्रकृति अपनी विविधता तथा वैचित्र के कारण अनमोल है. പ്രകൃതി തന്റെ വിവിധതയും അതുപോലെ തന്നെ വൈചിത്രവും വിചിത്രതയും കൊണ്ട് വളരെ പ്രീഷ്യസ് ആണ്. അൻമോൽ എന്താണ്? പ്രീഷ്യസ് അല്ലേ? സൈക്കഡോം ജീവജന്തുവും തഥാ പേട് പൗധോം സേ ഭരി ഹേ പ്രകൃതി. ഒരുപാട് ജീവജാലങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞതാണ് പ്രകൃതി. സബ് പ്രകൃതി പര ആശ്രിത ഹേ. എല്ലാവരും പ്രകൃതിയിൽ ആശ്രിതമായിട്ടുള്ളവരാണ്. ഹമേ ജീവൻ രഖ്നെ വാലെ സാരേ തത്വ ജൽ വായു ഭോജൻ പ്രകൃതി ഹി ഹമേ ദേത്തി ഹേ. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ? ജലം, അല്ലെ? വായു, അതുപോലെ ഭക്ഷണം. അപ്പൊ അതിനെന്താ ഹിന്ദിയിൽ പറയാ? ജൽ വായു ഭക്ഷൺ ഭോജൻ, അല്ലെ? പ്രകൃതി ഹി ഹമേ ദേത്തി ഹേ, അല്ലെ? പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. ഹം സബ്കാ ജീവൻ കിസി ന കിസി രൂപമേ പ്രകൃതി പർ നിർഭർ ഹേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഓരോരോ തരത്തിൽ പ്രകൃതിയുമായിട്ട് കണക്ട് ആയിട്ടുള്ളതാണ്. ഇസ്ലിയേ പ്രകൃതി സബ്കാ ഘർ ഹേ. അതുകൊണ്ട് തന്നെ പ്രകൃതി എല്ലാവരുടെയും വീടാണ്. പ്രകൃതി രൂപി ഘർ കാ സംരക്ഷൺ ബി ഹം സബ്കാ ഉത്തർദായിത്വ ഹേ. പ്രകൃതി രൂപി വീടിന്റെ, അല്ലെ, പ്രകൃതിയായ നമ്മുടെ വീടിന്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. ദേശ കാ വികാസ് ബഹുത് ജരൂരി ഹൈ, അല്ലെ? നമുക്കറിയാം ദേശത്തിന്റെ വികാസം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഹമേ സടക്കേ കാർഖാനേ സ്കൂൾ ആസ്പത്താൽ ആദി സബ് ചാഹിയെ. നമുക്ക് എന്തൊക്കെ വേണം? സടക്കേ റോഡുകൾ വേണം, അതുപോലെ കാർഖാനെ ഫാക്ടറികൾ വേണം, സ്കൂൾ വേണം, അതുപോലെ ആസ്പത്താൽ ഹോസ്പിറ്റലുകൾ വേണം. ഇതൊക്കെ നമുക്ക് വേണം. ലേക്കിൻ പ്രകൃതിക്ക് രക്ഷ അഭി ജരൂരി ഹെ. പക്ഷേ പ്രകൃതിയെയും നമ്മൾ സംരക്ഷിക്കണം. പേട് നദിയാം ഔർ പഹാഡ് ഹമേ ജീവൻ ദേത്തെ ഹെ, അല്ലേ? ഈ മരവും അതുപോലെ നദികളും അതുപോലെ ഈ പർവ്വതങ്ങളും ഒക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്? ജീവൻ തരുന്നുണ്ട്, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാണ് അവരെല്ലാവരും. പ്രകൃതി അതുകൊണ്ട് തന്നെ നമ്മുടെ വീടാണ്. ആ വീടായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ഈ ഒരു ടിപ്പണിയിൽ പാരഗ്രാഫിൽ എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് സമാചാർ പത്ര അല്ലെങ്കിൽ സമാചാർ റപ്പട്ട് ലിഖേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 738 ദിവസമാണ് നമ്മുടെ ജൂലിയ മരത്തിനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ആ പേര് നിങ്ങൾ കമന്റ് ചെയ്യണം. ജൂലിയ മരത്തിനിട്ട പേരെന്തായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, സമാചാർ പത്ര എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ജൂലിയ ഓർ ലൂണ കി അനോഖി ദോസ്തി കാ കിസ്സ. ജൂലിയയുടെയും ലൂണയുടെയും അനോഖി ദോസ്തി കാ കിസ്സ എന്ന് പറഞ്ഞാല് വളരെ വിചിത്രമായ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. ഇതാണ് നമ്മൾ കൊടുത്ത ഹെഡിങ്. ഓക്കെ, പത്രവാർത്തയുടെ ഹെഡിങ് ഇതാണ്. നോക്കാം. ദിവസം കൊടുക്കണം, ദിവസം എഴുതണം, അതുപോലെ താരിഖ് ഡേറ്റ് എഴുതണം, സ്ഥലം എഴുതണം കാലിഫോർണിയ.
എന്നിട്ട് എന്താണോ ആ കഥയിലുള്ളത് അത് ഒന്ന് ചുരുക്കി എഴുതി കൊടുക്കുക, ഒന്ന് സംഭവം ഒന്ന് വിവരിച്ചു കൊടുക്കുക. ഓക്കെ. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ एक अमेरिकी पर्यावरण कार्यकर्ती है. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ അമേരിക്കയിലെ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. जो कैलिफोर्निया में 1000 साल पुराने लूना रेडवुड पेड़ को नष्ट होने से बचाने के लिए 1000 വർഷം പഴക്കമുള്ള റെഡ്വുഡ് മരത്തെ മുറിക്കാൻ വന്നപ്പോ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 738 दिनों में അല്ലേ 738 ദിവസം ഉസ്മേം രഹനെ കെ ലിയേ പ്രസിദ്ധ ഹുയി. അതിൽ താമസിച്ചുകൊണ്ട് പ്രസിദ്ധയായ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഉൻകാ ഉപനാം ബട്ടർഫ്ലൈ ബച്പൻ സേ ഏക അനുഭവ സേ ആയാ ഥാ. അവളുടെ ബട്ടർഫ്ലൈ എന്ന പേര് കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. एक तितली उनकी उंगली पर आकर बैठ गई और पूरी यात्रा उनके साथ रही. ഒരു പൂമ്പാറ്റ അവളുടെ വിരലിൽ വന്നിരിക്കുകയും ആ യാത്രയുടനീളം ആ പൂമ്പാറ്റ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ എന്ന ഒരു ഉപനാമം ജൂലിയ സ്വീകരിച്ചത്. तब से उनका उपनाम बटरफ्लाई हो गया. उनका पूरा नाम जूलिया लोरेन हिल है. അവളുടെ മുഴുവൻ പേര് ജൂലിയ ലോറേൻ ഹിൽ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ജൂലിയ ലോറേൻ ഹിൽ സ്വയം സ്വീകരിച്ച പേരെന്താണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്നുള്ളതാണ്. इसलिए बटरफ्लाई एक ऐसा उपनाम है जो उन्हें इस महत्वपूर्ण व्यक्तिगत अनुभव के माध्यम से मिला. उसने ये पेड़ को एक नाम दिया, यह है लूना. അതായത് അവള് ആ മരത്തിനൊരു പേരിട്ടുണ്ടായിരുന്നു. ആ പേരാണെന്ത്? ലൂണ എന്നുള്ളത്. ജൂലിയ और लूना की दोस्ती आज भी प्रसिद्ध है. ജൂലിയയുടെയും ലൂണയുടെയും ഫ്രണ്ട്ഷിപ്പ് ഇന്നും വളരെ ഫേമസ് ആണെന്നാണ് ഈ പത്രവാർത്തയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രകൃതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. ഓക്കെ. അപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. എപ്പോഴും പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പോയിന്റ് ആണ് എന്ത്? ഒരു ബോക്സ് വരയ്ക്കാൻ. പോസ്റ്റർ എപ്പോഴും ബോക്സിന്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അത് മറന്നു പോവരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ എഴുതി കൊടുക്കാം? മരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട. ഇപ്പോ ഇവിടെ ലൂണ എന്ന മരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. പേട് പൗധേ മത് കരോ നഷ്ട. അല്ലേ? മരങ്ങളും ചെടികളും ഒന്നും നശിപ്പിക്കരുത്. സാസ് ലേനെ മേ ഹോഗാ കഷ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ? ശ്വാസം എടുക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. അല്ലെ? ജീവിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത്. 1000 साल का पेड़ लूना को बचाए. हम एक साथ लड़े, पेड़ बचाएगा. हम हरियाली फैलाएंगे, दुनिया को बचाएंगे. അപ്പോ 1000 വർഷം പഴക്കമുള്ള റെഡ്വുഡ് മരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോസ്റ്ററും കൂടെ തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നാളത്തെ ലൈവില് ഉറപ്പായിട്ടും വരിക. കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.